പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 കപ്പ് ഓണിയൻ ചോപ്ഡ്, 1/4 കപ്പ് ടൊമാറ്റോ ചോപ്ഡ് ഇട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഇളക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ക്യുമിൻ, 1/2 ടീസ്പൂൺ ഫെനൽ, 2 ടീസ്പൂൺ ഓഫ് സോൾട്ട് എല്ലാം കൂടെ ഒണിയൻ ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് ബോയിൽഡ് ഗ്രീൻ പീസും കൂടി ഇട്ട് നന്നായി ഇളക്കി ഗ്യാസ് നിർത്താം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിനയിലയും ഇട്ട് മിക്സിയിൽ ഇതെല്ലാം കൂടെ അടിച്ചെടുക്കാം. അപ്പോഴും നമ്മൾ 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതും കൂടെ ഇട്ട് വേണം അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ബാക്കി ഗ്രീൻ പീസ് വേവിച്ചത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് 1/4 കപ്പ് പൊട്ടറ്റോ സ്മാഷ് ചെയ്തതും കൂടെ ഇട്ട് എല്ലാം കൂടെ ഇളക്കി ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ മീഡിയത്തെ വെച്ച് ഇച്ചിരി ഒന്ന് വറ്റിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും ഗ്രീൻ പീസും എല്ലാം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതിലേക്ക് 10 ഗ്രാമ്പൂവും കൂടി ഇട്ട് ഇളക്കി നമുക്ക് നിർത്താം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് 9 പൂരി പൊടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഗ്രീൻ പീസ് കറി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇമിലി ചട്നി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചട്നി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒണിയനും ടൊമാറ്റോയും കൂടെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബൂന്തി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ സേവ് ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഈ കുക്കിങ്ങിന് വേണ്ടി 2 കപ്പ് പച്ച ഗ്രീൻ പീസ് ഒരു 10 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ കഴുകി കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ച് ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ കുറച്ച് 12 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നിർത്തും.